നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവർ രണ്ടുപേരെയും ഒരുപോലെ നനച്ചുകൊണ്ട് മഴ അവിടെ നിറഞ്ഞാടി. അതിനാക്കം കൂട്ടിക്കൊണ്ട് ആ കുളപ്പടകൾ ഓരോന്നായി മൂടപ്പെട്ടു. മഴയുടെ ശബ്ദവും അവരുടെ നിശ്വാസം ഒരേ താളത്തിൽ ലയിച്ചു ചേർന്നു. അവർക്ക് ചുറ്റിനുമുള്ള ലോകം മുഴുവൻ ഒരു നിമിഷം നിശ്ചലമായി അവരെ മാത്രം കേട്ടു നിന്ന പോലെ. നമുക്കിടയിലേക്ക് ഇനി അയാളും അയാളുടെ ഓർമ്മകളും കടന്നു വരരുത്. എല്ലാം ഇവിടെ ഈ മുറ്റത്ത് ഉപേക്ഷിച്ചിട്ട് മടങ്ങാൻ നമുക്ക്. അയാളുടെ മരണത്തോടെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിടയിലേക്ക് പഴയതൊന്നും ചേർത്ത് വെക്കാൻ ഇന്ദ്രേട്ടൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാലും ഇനി പ്രതികാരം ചെയ്യാൻ അയാൾ അവശേഷിക്കുന്നില്ല ബോധ്യം വേണം. എനിക്കറിയാം കഴിഞ്ഞൊന്നും മറക്കാൻ ഇന്ദ്രേട്ടന് കഴിയില്ല എന്ന്. പക്ഷേ അത് ഓർക്കാതിരിക്കാലോ. അവൾ അവന്റെ മുഖം കഴുത്തിടുക്കിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് കൈ രണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ തന്നെ നോക്കിയിരിക്കുന്നവരിലും ദൃഷ്ടി മാറ്റാതെ അങ്ങനെ ഇരുന്നു. കഴിഞ്ഞു പോയതൊന്നും ഇനി ഓർക്കണ്ട. നമ്മളെ മാത്രം ഓർത്താൽ മതി. ആൾ പറഞ്ഞുകൊണ്ട് അവനെ മുഖം പിടിച്ച് താഴ്ത്തി. ആ നനവൂറിയ നെറ്റിയിലൊന്ന് ചുണ്ടുചേർത്ത ശേഷം അവന് തന്റെ മാറിലേക്ക് ചേർത്തണച്ചു. അവിടെ ആ സ്പർശം അവനിലെ പഴയ പിളർന്ന ഓർമ്മകളെല്ലാം അലിഞ്ഞൊലിച്ചു തുടങ്ങി. ആ നിമിഷം അവശേഷിച്ചത് അത്രയും അവളും അവനും മാത്രം. ആ മാറിലേക്ക് ചേർന്നപ്പോൾ തന്റെ മുഴുവൻ വേദനയും ഉരുകില്ലാതാവുന്നത് അവൻ അറിഞ്ഞു. പടവിലേക്ക് നീട്ടിവെച്ച കാലുകളെ വെള്ളം പൊതിഞ്ഞു തുടങ്ങിയ നിമിഷമാണ് തങ്ങൾ ഇത്ര നേരം സർവവും മറന്ന് ഈ മഴക്കൊപ്പ് ഒഴുകിയൊലിക്കുകയായിരുന്നു എന്ന ബോധം അവളിലേക്ക് കടന്നു വന്നത്. ആൾ തന്റെ മാറിൻ ചൂടിൽ പതുങ്ങിയിരിക്കുന്നവനെയൊന്നും മുഖം കുനിച്ച് നോക്കി. ആളിപ്പോഴും കണ്ണുകളടച്ച് ആ ഇരുത്തമാണെന്ന് കാണെ അവൾ അവന്റെ കവിളിലേക്ക് കൈ ചേർത്തുകൊണ്ട് പയ്യെ അവനെ വിളിച്ചു. ഇന്ദ്രേട്ടാ, എഴുന്നേൽക്ക്. അതിനവനൊന്ന് മൂളിയ ശേഷം അവളൊന്നുകൂടെ ചുറ്റിപ്പിടിച്ചു. ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ച് പനി പിടിച്ച് കിടക്കേണ്ടി വരും കേട്ടോ. ആളൊരു ചിരിയോടെ പറഞ്ഞു. അവൻ പയ്യെ അവളെ നിന്ന് തല ഉയർത്തി നോക്കി. എന്തേ? അവൾ അതേ പുഞ്ചിരിയോടെ അവന്റെ രണ്ട് കവിളുകളെയും തന്റെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് നിറഞ്ഞ വാത്സല്യത്തോടെ അവനോട് തിരക്കി. അവന്റെ നയനങ്ങൾ അവളുടെ മുഖമാകെ തഴുകിയിറങ്ങി. ഒരിടത്തും നോട്ടമുറക്കാതെ തെന്നിമാറുന്ന ആ കൺകോളങ്ങൾ അവളെ തെല്ലൊന്ന് പരിഭ്രാന്തിയിൽ ആഴ്ത്തിയെങ്കിലും അവളത് പുറത്തു കാണിച്ചതേയില്ല. മോളെ എഴുന്നേറ്റുണ്ടാവട്ടോ ഇന്ദ്രേട്ടാ, അവൾ തനിക്കുള്ളിലെ പരിഭ്രമം മറച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അതുവരെ അവളിലൂടെ അലഞ്ഞു നടന്നുകൊണ്ടിരുന്ന അവന്റെ ആ നയനങ്ങൾ അവളുടെ കണ്ണുകളിൽ ഉറച്ചു നിന്ന് പെട്ടെന്നാണ്. ശേഷം മറുത്തൊന്നും പറയാതെ അവൻ അവളെ വിട്ടൊഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അവന്റെ ആ പെട്ടെന്നുള്ള മാറ്റത്തിലൊന്നും ശങ്കിച്ചിരുന്നെങ്കിലും അടുത്ത നിമിഷം അവൾ അവിടുന്ന് എഴുന്നേറ്റു. ഇന്ദ്രേട്ട, ഇത് മാറിയിട്ട് വാ, ഞാൻ പോട്ടെ. അവൾ പറഞ്ഞുകൊണ്ട് പടികൾ ഓരോന്നായി ഓടിക്കയറാൻ ഒരുങ്ങിയതും അവൻ അവളൊരു കൈ കൊണ്ട് പൊക്കിയെടുത്ത് അവിടെയുള്ള മതിൽക്കെട്ടിലേക്ക് ചേർത്ത് നിർത്തിയത് ഒന്നിച്ചായിരുന്നു. ഇന്ദ്രേട്ടാ, അവന്റെ ആ പ്രതീക്ഷിത നീക്കത്തിലൊന്ന് ഭയന്നു പോയവൾ ഒരു വിറയലോട് വിളിച്ചു. അവൾക്ക് ഇരുവശവും കൈകൾ കുത്തിയെന്ന് അവളിലെ മെയ്യഴക് കണ്ണുകളാൽ കവർന്നെടുത്തുകൊണ്ട് അവനൊന്ന് മൂളി. മാറ്. അവൾ അവനെ തന്നിൽ നിന്നൊന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവിടെ ആ കൈകളെ രണ്ടും പിടിച്ചെടുത്ത ശേഷം അതിൽ മാറി മാറി ചുംബിച്ചുകൊണ്ട് അവ രണ്ട് അവൾക്ക് ഇരുവശവുമായി ആ മതിൽക്കെട്ടിലേക്ക് ചേർത്ത് വെച്ച് അവളിലേക്ക് പതിയെ ചാഞ്ഞു. ഞാൻ അവൾ ചോദിക്കുന്നതിന് മുന്നേ അവന്റെ അധരങ്ങൾ അവളുടെ തൊണ്ടക്കുഴിയിൽ അമർന്നിരുന്നു. ആ ചൂടുള്ള സ്പർശമറിയെ അവളുടെ നനഞ്ഞൊട്ടിയ മേനിയൊന്ന് വിറച്ചുപോയി. മോളെ എഴുന്നേൽക്ക്. അടുത്തതായി എന്തോ പറയാൻ വന്നു. അതിനെയും പാതിയിൽ മുറിച്ചുകൊണ്ട് അവൻ അവിടെ ഒന്ന് കടിച്ചു നുണയുന്നതിനൊപ്പം അവളുടെ ഇരു കൈ വിരലുകളെയും കോർത്തിണക്കിക്കൊണ്ട് അവളിലേക്കും പൂർണ്ണമായി അമർന്നു. അതുകൂടിയായതും അവളുടെ കണ്ണുകൾ ഇപ്പോൾ വെളിയിൽ ചാടുന്ന പോലൊന്ന് മിഴിഞ്ഞു. തന്റെ ശരീരത്തിലേക്ക് വന്നമർന്നവന്റെ ശരീരത്തിന്റെ താപവും അവന്റെ ചുണ്ടുകളുടെയും പല്ലുകളുടെയും ചലനങ്ങളും ഒരുപോലെ അവളെ തളർത്തിക്കൊണ്ടിരുന്നു. അവന്റെ ചുണ്ടുകൾ അവളിലൂടെ സാവധാനം സഞ്ചരിക്കുമ്പോഴൊക്കെ അവളുടെ ശ്വാസം ഒന്ന് താളം തെറ്റി. പല്ലുകൾക്കിടയിൽ ഒളിഞ്ഞ മൃദുവായ വേദനയെ അവളെ വിറപ്പിച്ചു. പക്ഷേ അവളത് എതിർക്കാൻ ശ്രമിച്ചില്ല. മറിച്ച് അവൾ കണ്ണുകളടച്ച് അവന്റെ സ്പർശം മുഴുവൻ ഏറ്റുവാങ്ങി. ആ നിമിഷം ലോകം മുഴുവൻ നിലച്ചു പോയതുപോലെ അവർക്കിടയിലെ ദൂരങ്ങൾ ഇല്ലാതായി. വാക്കുകൾക്ക് അർത്ഥം നഷ്ടപ്പെട്ടു. അവളുടെ ഹൃദയമിടിപ്പ് അവന്റേതുമായി ചേർന്ന് മുഴങ്ങുമ്പോൾ അവൾക്കറിയാമായിരുന്നു ആ നിശബ്ദതയിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള അവന്റെ അടങ്ങാത്ത പ്രണയമാണെന്ന്. ഇന്ദ്രേട്ടാ, ചെവിയിൽ അറിഞ്ഞ അവന്റെ ദന്തങ്ങളുടെ മൂർച്ചയിൽ അവൾ ഒരു ഏങ്ങലോടെ അവനെ വിളിച്ചുകൊണ്ട് അവന്റെ കൈപ്പിടിയിൽ നിന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. നീലിക്കുഞ്ഞേ! കുളപ്പുരക്ക് പുറത്തുനിന്ന് ശാരദേച്ചിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് തന്റെ കണ്ണു തുറന്നു. ഇന്ദ്രേട്ടാ, അവളൊരു പതർച്ചയോടെ അവനെ വിളിച്ചു. പക്ഷെ അവനതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇന്ദ്രേട്ട, മാറിക്കേ. അവൾ അവന്റെ കൈപ്പിടിയിൽ നിന്ന് പിടഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അവനൊന്ന് മൂളുന്നതിനൊപ്പം കോർത്ത് പിടിച്ചിരുന്ന അവളുടെ കൈകൾ വേർപ്പെടുത്തി അവളുടെ ആ നഗ്നമാർന്ന ഇടുപ്പിലൂടെ കൈയഴിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് ചുറ്റി വരിഞ്ഞ് അവളിൽ നിറഞ്ഞെട്ടിക്കൊണ്ട് ആവരണം തീർത്ത ആ ചുവന്ന ചേലയെ
ആ തൂമേനയിൽ നടത്തി മാറ്റി ആ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചുകൊണ്ട് അവളിലേക്ക് പൂർണ്ണമായി അമർന്നു നിന്നു. നീലിക്കുഞ്ഞേ! ഈ പ്രാവശ്യം കുറച്ചുകൂടി ശബ്ദം അടുത്തു വന്ന പോലെ അവൾക്ക് തോന്നി. അയ്യോ, ഈ സിംഹം അങ്ങോട്ട് മാറി ഇന്ദ്രേട്ടാ. അവൾ ശക്തിയിൽ അവനെ തള്ളി മാറ്റിക്കൊണ്ട് അഴിഞ്ഞുപോയ സാരി തലപ്പിനെ വീണ്ടും മാറിലേക്ക് ചേർത്ത് അവിടുന്ന് തിരിഞ്ഞോടി. ഇന്ദ്രനൊന്ന് കിതച്ചുകൊണ്ട് ആ മതിലിലേക്ക് ചാരി നിന്ന് ധൃതിയിൽ ഓരോ പടികളായി ഓടിക്കയറുന്നവളുടെ മെയ്യഴകിൽ മയങ്ങി അങ്ങനെ നിന്നുപോയി. അവസാന പടിയിൽ നിന്ന് അവൾ പിന്നിലേക്ക് നോക്കിയ നിമിഷം ആ നോട്ട ഇന്ദ്രനെ മുഴുവനായി വിഴുങ്ങിയെടുത്ത പോലെ അവന് തോന്നി. ആ കണ്ണുകളിൽ അവൻ കണ്ടത് വെറും സൗന്ദര്യമല്ല, അതിലേറെ ആഴമുള്ള ഒരു ചൂട്, മൗനമാർന്ന വിളി, വരൂ എന്ന പോലെ. ആ മതിലിനോട് ചാരിയിരുന്ന ഇന്ദ്രൻ ആ നിമിഷം മുഴുവൻ മരവിച്ച് നിന്നു. ചുറ്റുമുള്ള എല്ലാം മഴ കവർന്നപ്പോൾ അവന്റെ മനസ്സിലും മിഴികളിലും ഒരുപോലെ തെളിഞ്ഞത് അവൾ മാത്രമായിരുന്നു. ഒരു പെരുമഴക്കാലത്തെ വരവേറ്റുകൊണ്ട് പെയ്തിറങ്ങിയ ആ പ്രണയമഴയിൽ മുങ്ങി നിവർന്ന കൽപ്പടവുകളിലൂടെ ഒരു സുന്ദര സ്വപ്നം പോലെ ഓടിമറയുന്ന അവന്റെ നങ്ങേലി മാത്രം. ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, നനഞ്ഞ തോർത്തിങ്ങനെ ബെഡിലിടരുതെന്ന്. കിടക്കൽ കിടക്കുന്ന നനഞ്ഞ തോർത്ത് കയ്യിലേക്ക് എടുത്തുകൊണ്ട് ഭൂമി പിറിവിറുത്തു. ഇതെന്ത് മഴയായത്! പുറത്തലച്ച് പെയ്യുന്ന മഴ വീശിയടിക്കുന്ന കാറ്റിനൊപ്പം മുറിയിലെ തുറന്നു കിടക്കുന്ന ജനൽപ്പാളി വഴി അകത്തേക്ക് വിരുന്നെത്തുന്നത് കാണേ അവൾ കൈയെത്തിച്ച് ആ ജനൽപ്പാളി അടക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഈ നാദിനിത് എവിടെ പോയി കിടക്കാം? എവിടേക്കെങ്കിലും പോകണിച്ചൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കുന്നില്ല. അവൾ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ജനാല കൈയെത്തിച്ച് പിടിക്കലും മുറ്റത്ത് കിടക്കുന്ന താറവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വന്നോ? എന്നിട്ട് അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൾ ആ ജനൽപ്പാളി കൊളുത്തിട്ടുകൊണ്ട് ആരോടുന്നില്ലാതെ പറഞ്ഞു. ഇങ്ങോട്ട് വരട്ടെ, ഇന്നലെ രാത്രി മുങ്ങിയതാ ഇവിടുന്ന്. എന്നിട്ട് നേരെ ഇത്ര ആയപ്പോഴാ കുഞ്ഞിത്തമ്പരാൻ ഇങ്ങോട്ട് എഴുന്നള്ളാനായത്. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്ന മുടി അഴിച്ചിട്ട് തോർത്താൻ തുടങ്ങി. തോന്നിയ പോലെ പോയി തോന്നിയ സമയത്ത് വരാണെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റക്കായി കൂടായിരുന്നോ? അതിന് ഇന്നെന്തിനാ ഇങ്ങോട്ട് ആനയിച്ച്? മുന്നിലെ നിലക്കണ്ണാടിയിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവൾ തോർത്തിയ മുടിയൊന്ന് വിടർത്തിയിട്ടു. അങ്ങനെ കണ്ട ആ ചെക്കനും പഠിക്കുന്നൊരു ബോധമില്ല ആ ചൊറിയൻ ചേനക്ക്. വന്നു ഇപ്പൊ ഏട്ടന്റെ തനി പകർപ്പാവുന്നുണ്ടവൻ. അവൾ അല്പം കൺമഷി എടുത്ത് കണ്ണുകളിലേക്ക് പടർത്തി കണ്ണുകളൊന്ന് ഇറുക്കി അടച്ച് തുറന്ന് കാണുന്നത് വാതിൽ കടന്ന് അകത്തേക്ക് വരുന്ന മേഘനയാണ്. ഓ വന്നോ? എന്തിനാ ഇത്ര നേരത്തേക്ക് പോന്ന്? രാത്രി സഭ കൂടി കഴിഞ്ഞിട്ടേക്ക് പോന്നാ പോരായിരുന്നോ? അവൾ തിരിഞ്ഞു നോക്കാതെ കണ്ണാടിയിലൂടെ അവനെ വീക്ഷിച്ചുകൊണ്ട് പറയുന്നതിനൊപ്പം ഒരു പൊട്ടെടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു. എന്നാൽ പതിവിലും വിപരീതമായി ഏതോ ചിന്തയിൽ നിന്നോണം കട്ടിൽ കയ്യൂന്നിരിക്കുന്നവനെ കാണെ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇങ്ങിരിക്കിതെന്താ? ഇതിനെ നാക്കാരെങ്കിലും കട്ടോണ്ട് പോയോ? ആളൊന്ന് മുറുമുറുത്തുകൊണ്ട് കയ്യിലെ തോർത്ത് സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ട് തിരിഞ്ഞും കാണുന്നത് തറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെളിയാണ്. അയ്യേ! ആൾ മുറിയുടെ വാതിൽ തൊട്ട് കട്ടിലിനടുത്ത് വരെ എത്തി നിൽക്കുന്ന ചെളി പുരണ്ട പാദമുദ്രകളിലേക്ക് ആജ്ഞയോടെ നോക്കി. അയ്യേ, ഇതെന്തീ കാണിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യ? ഞാൻ കുറച്ചു മുന്നേ വൃത്തിയാക്കിയതേ ഉള്ളൂ, അപ്പോഴും കയറി വന്നത് വൃത്തിയേടാക്കി. ആൾ പറഞ്ഞുകൊണ്ട് അവിടെ സൈഡിൽ കിടന്ന തുണിയെടുത്ത് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ വൃത്തിയില്ലാത്തൊരു മനുഷ്യൻ ഇനി താഴെ എന്ത് കോലാക്കി വെച്ചിരിക്കണോ എന്തോ. എത്ര പറഞ്ഞു കൊടുത്തരാവുന്ന ആ മണ്ടക്കകത്ത് കേറില്ലല്ലോ. അവൾ തറ തുറക്കുന്നതിടെ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് കണ്ണു തുറപ്പിച്ച് നോക്കിയതും കാണുന്നത് ഏതോ ലോകത്തെന്നോണം തന്നെ നോക്കിയിരിക്കുന്നവനെയാണ്. നോക്കുന്നുണ്ടില്ലേ ചൊറിയൻ ചേന? അവൾ പറഞ്ഞുകൊണ്ട് തന്നെ ജോലി തുടർന്നു. മാടുപോലെ വളർന്നിട്ട് ഇപ്പോഴും അമ്മയുടെ കുഞ്ഞുണ്ണിയാണെന്ന വിചാരം. അവൾ പറയുന്നതിനൊപ്പം ആ തുണി കൊണ്ട് അവന്റെ കാലിന്റെ അടിഭാഗവും തുടച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം കൂടി മുത്തശ്ശനോട് പറഞ്ഞിട്ടേ ഉള്ളൂ, നീ ഇങ്ങനെ പുറകെയാണെന്ന് അവന് ഊട്ടാൻ നിൽക്കല്ലേ മോളെ. അവസാനം അവനെ കുളിപ്പിച്ചു വരെ കൊടുക്കേണ്ടി വരുന്നു. ആൾ കയ്യിലെ തുണി താഴെയിട്ട് എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. എന്നാൽ അവിടെ ഇപ്പോഴും പഴയ അതേ ഭാവമാണെന്നാണ് അവൾക്ക് ദേഷ്യം വന്നു. ഇങ്ങനെ മിഴിച്ചിരിക്കാൻ വാതുറന്ന് വല്ലതും പറയുന്നുണ്ടോ? ആൾ അവന്റെ കൈത്തുടയിൽ ചെറുങ്ങനെയൊന്ന് തള്ളിക്കൊണ്ട് ചോദിച്ചു. നാഥ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എന്നിട്ട് ഒന്നും മിണ്ടാതെ തന്നെ നോക്കി അവൾ അതേ ഇരുത്തിയിരിക്കുന്നവനെ കാണെ അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ശരി, ഇയാളൊന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടാവണമെങ്കിൽ നത്തിനെ കൂട്ടിയിരുന്നോ, ഞാൻ പോവാ. ആൾ അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞടന്നു. പക്ഷെ ആ നടത്തം വാതിൽക്കൽ വരെ എത്തിയുള്ളൂ. അവിടെ എത്തിയതും അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അത് പ്രതീക്ഷിച്ചാണെന്ന പോലെ അവന്റെ ചുണ്ടിന്റെ കോണിൽ അവൻ പോലും അറിയാത്തവണ്ണം വളരെ പതുക്കിയൊന്ന് മന്ദഹസിച്ചു. തന്നെ നോക്കി അതേ ഇരുത്തിയിരിക്കുന്നവനെ കാണെ പോയതിലും വേഗത്തിൽ അവൾ അവനരിലേക്ക് തിരികെ വന്ന് അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു. എന്താ? അവൾ തന്നെ നോക്കിയിരിക്കുന്നവന്റെ കവിളുകളെ 2 കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ച് ആ ചുണ്ടുകളിലൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു. ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ട പോലെ അവൻ അവളെ കുറച്ചുകൂടി കയറ്റിയിരുത്തി. നാഥാ, അവനിൽ നിന്ന് മറുപടിയൊന്നും വരാതെയായതും അവൾ അവനെ ഒന്ന് വിളിച്ചു. അവൻ അതിനൊന്ന് മൂളുന്നതിനൊപ്പം അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. എന്താ പറ്റിയേ? അവൾ അവന്റെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ അരുമയായി അവനോട് ചോദിച്ചു. ദുർഗേ? അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വിളിച്ചു. എന്തോ? അവൾ അവനെ നോക്കി കിടന്നുകൊണ്ട് വിളി കേട്ടു. നമുക്ക് കുറച്ച് നാൾ ഇവിടുന്ന് മാറി നാലോടി. അവൻ ചോദിച്ചു. അവളുടെ പുരികൊന്ന് ചുളിഞ്ഞു.
ഇപ്പൊ എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടാണോ? ആളവന്റെ താടിയിലൂടെ വിരലോടിച്ചോണ്ട് ചോദിച്ചു. അമ്മ ഞങ്ങളെ തനിച്ചാക്കി പോയത് പിന്നെ ഒരിക്കൽ പോലും ഞാൻ ഇവിടുന്ന് മാറി നിന്നിട്ടില്ല. നാട്ടുകാരൊക്കെ ചന്ദ്രമംഗലത്തെ മനയെ പറ്റി പല കഥകളും പറയുമ്പോഴും എന്നെ ഒന്നും ഏശിയിട്ടുമില്ല. ആ സമയത്ത് മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും മാറി മാറി പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, മുത്തശ്ശനോടൊപ്പം അങ്ങോട്ടേക്ക് പോരാൻ. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു തരം വാശിയായിരുന്നു. മറിഞ്ഞിരിക്കുന്ന ഓരോന്നും എന്തെങ്കിലും ഒരിക്കലും എന്നിലൂടെ തന്നെ വെളിച്ചം കാണുന്നതിൻ്റെ വാശി. അതൊറ്റൊന്നുകൊണ്ടാ ചുറ്റിനുള്ളതെല്ലാം ഇല്ലാതായിട്ടും ഇത്ര നാളും എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അവൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ നോക്കി. അവൻ പറയുന്ന ഓരോന്നും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് അവൾ. ഇന്നലെ ഒരു രാത്രിയോടെ ആ വാശി എന്നിൽ നിന്ന് ഇല്ലാതായി. അതുകൊണ്ടാണോന്നറിയില്ല, ആകെ ഒരു അസ്വസ്ഥത. നിന്നെയും കുഞ്ഞിനെയും കൂട്ടി കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ തോന്നുക. അവൻ അതേ അസ്വസ്ഥമായ മനസ്സോടെ അവളോട് പറഞ്ഞു, നമുക്ക് കുറച്ചു ദിവസം ഡില്ലത്തേക്ക് പോയാലോ? ആളവനെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു. കുഞ്ഞിനെ കൂട്ടാതെയോ? അല്ല, അവളും വേണം, അല്ലാതെ ഒരിക്കലും ഞാൻ അവിടേക്ക് തിരികെ ചെല്ലില്ല. അമ്മയും അച്ഛനും അത്രയ്ക്ക് ആഗ്രഹിച്ച അവളെ ഒന്ന് കാണാൻ. പക്ഷേ അതിനു മുന്നേ അവളുടെ കണ്ണമൊന്ന് ഇടറി. നമ്മൾ അവൾക്കൊപ്പേ പോകൂ. അവളുടെ കണ്ണുകൾ ഈർന്നാവുന്ന കാണേ അവൻ അവളൊരു കുഞ്ഞിനെ പോലെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ ചുവന്ന ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. മോള് ഒറ്റയ്ക്ക് നമുക്കൊപ്പം നിൽക്കുന്ന അതാ? ഇത്രയും നാൾ നീലിയുടെ ചൂട് പറ്റി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം അവള് നമ്മുടെ കൂടെ കൂടൂ? കുഞ്ഞല്ലേ അവള്? അവൾ തനിക്കുള്ളിൽ ആകുലത അതേപടി അവനോട് പങ്കുവെച്ചു. അങ്ങനെയാച്ചാ നമുക്ക് ആണിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോവാടി കുഞ്ഞമണി. എന്റെ പൊന്നൊന്നും മൂളിയാ മതി, നിന്റെ നാഥൻ എന്തിനും തയ്യാർ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ മാറി മാറി മുത്തി. എന്നിട്ട് വേണം നിങ്ങളുടെ ദേവേന്ദ്ര വജ്രായുധം കൊണ്ട് ഇറങ്ങാനല്ലേ? അവൾ തന്റെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ച് വരുന്നവരിൽ നിന്ന് ഒരു ചിരിയോടെ കഴുത്ത് വെട്ടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൻ ദേവേന്ദ്രനാണെങ്കിൽ നിന്റെ കെട്ടിയവൻ സാക്ഷാൽ മേഘനാഥനല്ലേടി. എന്റെ മുന്നിൽ വിളച്ചിലെടുത്താലേ അവനെ ഞാൻ കെട്ടിവരിഞ്ഞ് എന്റെ രഥത്തിലിട്ട് അങ്ങ് കൊണ്ടുപോകും. അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കവിളുകളൊന്ന് കടിച്ചു നുണഞ്ഞു. അങ്ങനെ രഥത്തിലിട്ട് കൊണ്ടുപോകാനേ അങ്ങേര് ഇന്ദ്രദേവനുമല്ല, നിങ്ങൾ സാക്ഷാൽ മേഘനാഥനുമല്ല. അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചു. പക്ഷേ എന്റെ ഭാര്യ സാക്ഷാൽ ദുർഗാദേവിയാ. കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ടല്ലേ ഭാവം മാറുന്നു. അവൻ അവളെ ഒന്ന് ഇറുക്കി അണച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, സ്വയം ഇങ്ങനെ മുഷിഞ്ഞാറി ഇരിക്കുന്നിടത്ത് എന്നെ ഇങ്ങനെ ഞെക്കി പൊട്ടിക്കലേ മനുഷ്യ. അവൾ അവന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ട് കുതിറി. അത്രയ്ക്കും നാറുന്നുണ്ടെങ്കിലേ എന്റെ കുഞ്ഞമണി നേരത്തെ പറഞ്ഞില്ലേ എന്നെ കുളിപ്പിക്കുന്ന കാര്യം, അത് നമുക്കങ്ങ് നടത്തിയേക്കാം. എന്താ? അവൻ ചോദിക്കുന്നതിനൊപ്പം അവളുടെ ചുണ്ടുകളെ ഒന്ന് കടിച്ചു വിട്ടു. അയ്യേ, അങ്ങോട്ട് മാറു മനുഷ്യ. അവൾക്ക് അവിടെ ദേഷ്യത്തിൽ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. ദേ വേഷം കെട്ടാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു, ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. അവൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവന്റെ കൈ അവളെ തനിക്കരികിലേക്ക് വലിച്ചു ചേർത്തു. അയ്യോ എന്റെ ദേവി, ഇനി എന്താ? അവളവന്റെ തോളിൽ കൈവച്ച് അവനോട് ചേർന്ന് നിൽക്കുന്നതിനിടെ ചോദിച്ചു. നീ എന്താണ് ഈ ഭാര്യയെ എന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സമ്മതിക്കാത്തെ? അവനൊരു പരിഭവത്തോടെ ചോദിച്ചുകൊണ്ട് തഞ്ചത്തിൽ അവളുടെ വയറിലൂടെ വിരൽ പായിച്ചു. അതിന് നിങ്ങൾക്ക് വ്രതമല്ലായിരുന്നോ? പിന്നെ അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഗുസ്തി അടിക്കാൻ പോയി ഈ നടുവും മസറായിക്കൊണ്ട് വന്നു. എന്നിട്ടിപ്പോ ഞാൻ സമ്മതിക്കാതായി കുറ്റല്ലേ? അവൾ ചോദിക്കുന്നതിനൊപ്പം തന്റെ നെഞ്ചിലേക്ക് തലയായിക്കാൻ വരുന്നവന്റെ മുടി പിടിച്ചു വലിച്ചു. അപ്പൊ നീ ഒരു കൈ നോക്കാം അല്ലേടി ബൊമ്മേ? അവൻ അവളെ തനിക്കരിയിലേക്ക് വലിച്ചു ചേർത്തുകൊണ്ട് ചോദിക്കുന്നതിനൊപ്പം അവളുടെ വയറിൽ ഇഴഞ്ഞുകൊണ്ടിരുന്ന വിരലുകളാൽ ആ ഭാഗത്തെ സാരിയുടെ ഞൊറിയിലൊന്ന് തെരുത്തു വലിച്ചതും അവളവനെ കിടക്കയിലേക്ക് തള്ളിയിട്ടിരുന്നു. അതേ, ആദ്യം പോയിട്ടൊന്ന് അടിച്ച് നനച്ച് കുളിച്ചിട്ട് വാ, എന്നിട്ടാവും ഒരു കൈ രണ്ട് കൈയൊക്കെ നോക്കല്. അവൾ അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അഴിഞ്ഞു പോവാൻ ഒരുങ്ങിയ ഞൊറിയൊന്ന് നേരെ കുത്തിവെച്ചു. എന്റെ ആഞ്ജനയോ! അവൾ അഴിഞ്ഞുപോയ സാരി ഞൊറി നേരെ കുത്താനൊരുങ്ങവേ തനിക്ക് മുന്നിൽ വെളിവായ അവളുടെ വയറിലേക്ക് നോക്കിക്കൊണ്ട് അവനൊന്ന് ഉമിനീരിറക്കി. അവളുടെ ആ നനുത്ത വയറും ആ ആഴമേറിയ പൊക്കിൽ ചുഴിയും അതിനിടയിലെ ശ്വാസത്തിന്റെ ചെറു ചലനവുമെല്ലാം അവനെ ആകെ ഒന്ന് വിറപ്പിച്ചു. അവന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന താപമുയർന്നു. അവളെ നോക്കുന്ന അവന്റെ കണ്ണുകളുടെ ഭാവം മാറി. ആ ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ അവൾ ഒരുവൾ മാത്രം നിറഞ്ഞു നിന്നു. ശ്വസിക്കുന്ന വായുവിന് പോലും കനം പിടിച്ചുപോയി. സാരി ഒന്ന് നേരെ കുത്തിക്കൊണ്ട് അവൾ മുഖമുയർത്തിയതും കാണുന്നത് അവന്റെ ഈ നോട്ടമാണ്. നോക്കണ്ട, നോക്കിയാ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. അവൾ രണ്ടു വിരൽ കൊണ്ട് അവന്റെ കണ്ണിലേക്ക് കുത്തു എന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് ചുണ്ട് അടിച്ചു പിടിച്ചൊരു കള്ളച്ചിരി ചിരിച്ചു. എന്നാലും എന്റെ ഭാര്യ, എത്ര ദിവസം ഞാൻ നിന്നെ എന്റെ ഈ കൈ കൊണ്ട് നീരാടിച്ചതാണ്ടി.
എന്നിട്ട് എനിക്കൊന്ന് വെറുതെ പോലും അങ്ങോട്ടേക്കൊന്നും നോക്കാൻ തോന്നിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്താ ഒരു സ്ട്രക്ചർ. എന്റെ അമ്മച്ചി, യു ആർ ടു ഹോട്ട്. അവൻ അതേ കള്ളച്ചിരിയോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ വൃത്തിയിട്ടവൻ. ആൾ പറഞ്ഞുകൊണ്ട് കട്ടിൽ കിടന്ന തലയിനെടുത്ത് അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്നവരെ നേർക്ക് എറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. എനിക്കിഷ്ടായി കേട്ടോ, മൊത്തത്തിൽ ഒരു ചുവപ്പു മയം. അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. പട്ടി താങ്കു. അവൻ അതേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ആകെ മൊത്തം ഒന്ന് ഒഴിഞ്ഞു നോക്കി. അത് കാണെ അവൾ അവിടെ നിന്ന് ചവിട്ടി കുലുക്കിക്കൊണ്ട് നടന്നു നീങ്ങി. വന്നിപ്പോ മനുഷ്യന് മര്യാദക്ക് തുണിയെടുക്കാൻ പറ്റാതെ ഗതികേടായാലോ എന്റെ ദേവി. ഓരോന്നും ഞൊടിഞ്ഞുകൊണ്ട് പടികളിറങ്ങി താഴേക്ക് വന്നു. ഹാളിലിരിക്കുന്നവരെ കണ്ട് അവളൊന്ന് സ്റ്റെക്കായി നിന്നു. ആ മോളെ, ഞാൻ നിന്നെ വിളിക്കാൻ ഒരുങ്ങായിരുന്നേ. അവളെ കണ്ടവൻ ചന്ദ്രാസൻ അവളോട് പറഞ്ഞു. ഈ കുട്ടിയോട് ഇവിടുന്ന് പോവാത്രേ. പോകുന്നതിന് മുന്നേ നിന്നെ കണ്ട് കുഞ്ഞിനെ നിനക്ക് കൈമാറാൻ വേണ്ടി വന്നാത്രേ ഇവര്. ചന്ദ്രാസൻ പറഞ്ഞു. അവൾ സോഫയിലിരിക്കുന്ന ഇന്ദ്രനെയും നീലിയെ ആശ്ചര്യത്തോടെ നോക്കി. എന്താ പെട്ടെന്ന്? അവൾ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പതട്ടത്തോടെ ചോദിച്ചു. പെട്ടെന്നല്ല ചേച്ചി, ഈ യാത്ര അത് നേരത്തെ തീരുമാനിച്ചിരുന്ന, പിന്നെ ഉത്സവം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാവാന്ന് കരുതി മാറ്റിവെച്ചതാ. നീലി അവളുടെ കൈ പിടിച്ചുകൊണ്ട് അധികം തെളിച്ചമില്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഇത്ര പെട്ടെന്ന് പോവാന്ന് വെച്ചാ? ഭുവി ഇന്ദ്രനെ അവളെയും മാറി മാറി നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞു. പോകണം. ഇന്ദ്രൻ അവളെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആരും എങ്ങോട്ട് പോകുന്ന കാര്യാ? ഗോവണി ഇറങ്ങി വരുന്നതിനിടെ മേഘം വിളിച്ച് ചോദിച്ചു. ഇവരോടൊന്ന് പോവാത്രേ നാഥാ. ഭുവി അവനടുത്തേക്ക് വന്നുകൊണ്ട് ഒരു ആകുലതയോടെ പറഞ്ഞു. ആളുടെ മുഖത്ത് ആ പതർച്ച അത് എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു. എങ്ങോട്ടാണാവോ ദേവേന്ദ്രന്റെ സർക്കീട്ട്? അവൻ ഇന്ദ്രന്റെ മുമ്പിലേക്ക് വന്നിരുന്നോട് ചോദിച്ചു. അട്ടപ്പാടി. അവൻ മേഘനെ നോക്കാതെ അലക്ഷ്യമായി പറഞ്ഞു. ആ, അത് നീ എവിടെ വേണേലും കെട്ടിയിട്. ഈ കുഞ്ഞിന്റെ കാര്യം അപ്പൊ എങ്ങനെയാ? അവൻ ചോദിച്ചതും നീലയുടെയും ഭൂവിയുടെയും ഉള്ളം ഒരുപോലെ ഒന്ന് തുടിച്ചുപോയി. കുഞ്ഞിനോട് ഏൽപ്പിച്ചിട്ട് പോകാനാ ഞങ്ങൾ വന്ന്. ഇന്ദ്ര അവനെ നോക്കാതെ ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു. അതെയോ? എന്നാ ആര് പറഞ്ഞു? ഇവള് പറഞ്ഞു. കുഞ്ഞിനെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് അട്ടപ്പാടിക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോവാ ഇന്ദിരേട്ടാന്ന്. മേഘൻ നീലിയെ ചൂണ്ടിക്കൊണ്ട് ഇന്ദ്രനോട് ചോദിക്കേ ആളൊന്ന് കണ്ണുമിഴിച്ചുകൊണ്ട് ഇന്ദ്രനെ നോക്കി. അവിടെ അപ്പോൾ മേഘനെ അരച്ച് കലക്കി കുടിക്കാൻ പാകത്തിന് നോക്കി നിൽക്കുന്നുണ്ട്. എന്താണിയാണ് നീ പറഞ്ഞു അങ്ങനെ? അതാണോ നിന്നെ ഇന്ദിരേട്ട ഇരുട്ടുന്നതിന് മുന്നേ പെട്ടിയും കിടക്കെടുത്ത് അട്ടപ്പാടിയിലേക്ക് അട്ടിപ്പേറി കിടക്കാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയത്? അവൻ അവളുമായി കണ്ണൂർക്കി ചോദിച്ചു. അവൾ വേഗം തന്നെ ഇല്ലെന്ന പോലെ തലയാട്ടിക്കൊണ്ട് എല്ലാവരെയും ഒന്ന് പകപ്പോടെ നോക്കി. ഓ, അപ്പൊ ഇന്ദിരേട്ടൻ ഒറ്റക്കെടുത്ത തീരുമാനമാണ്. അവൻ ഉടുത്തിരുന്ന കാവ്യമുട്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് ഇന്ദ്രൻ നോക്കി പറഞ്ഞു. അവൻ മേഘനെ ഒന്ന് ചെറിഞ്ഞു നോക്കി. രുദ്ര. അവൻ ഇന്ദ്രന്റെ മുഖത്ത് നിന്ന് ഓട്ടമാറ്റാ വിളിച്ചു. എന്താ? ഇവന്റെ ആണിക്കും ചാച്ചാനേ ആ വെടക്ക് വശത്തുള്ള മുറി ഒന്ന് തുറന്നു കൊടുത്തേക്കടാ മോനെ. ആദ്യമായിട്ട് ഈ മുറ്റത്തോട്ട് വലതുകാലം വെച്ച് കയറിയതല്ലേ. ഇനിയിപ്പോ ചന്ദ്രമംഗലത്തുകാരുടെ ആദിത്യ മര്യാദ സ്വീകരിച്ചിട്ട് നാൽപ്പാട്ട് തമ്പുരാൻ കുഞ്ഞി ഇവിടുന്ന് പോയാ മതി. മേൽ തല തുറച്ചു നോക്കി നിൽക്കുന്ന ഇന്ദ്രന്റെ മുഖത്ത് നിന്ന് ലവലേശം തന്നെ ദൃഷ്ടി മാറ്റാ പറഞ്ഞു. ഭൂമിക്കുള്ളിൽ ഒരു ആശ്വാസം നിറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇന്ദ്ര അവനെ നോക്കി പല്ലടിച്ചു. അവന്റെ ആ സംസാരം കേൾക്കെ മേഘൻ തന്നെ പതിവ് കളിച്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ശേഷം തുടർന്നു. മോനെ ദേവേന്ദ്ര, ബെല്ലും ബ്രേക്കും ഇല്ല നിന്റെ ചകടം കൊണ്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നപ്പോ ദോണ്ടേ ദാവിടെയായിട്ടൊരു പടിപ്പുര ഉണ്ടായിരുന്നോ നീ? അവൻ പടിപ്പുരയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ദ്രനോട് തിരക്കി. അതിന്? ആ പടിപ്പുരക്ക് ഇപ്പുറം നിന്ന് എന്ത് തീരുമാനം എടുത്താലും അത് എടുക്കുന്നവന് ഞാനായിരിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. അവൻ അതേ കള്ളശ്ശേരിയോടെ പറഞ്ഞു. ഇന്ദ്രൻ അവനെ ചെറഞ്ഞു നോക്കി. നടക്കില്ല. ഇന്ദ്രൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. നടക്കൂ, അതേ ഇവിടെ നടക്കൂ. നീ കെട്ടിപ്പൂട്ടിക്കൊണ്ടുവന്ന നിന്റെ തീരുമാനങ്ങൾ അതാ പടിക്കപ്പുറം ഉപേക്ഷിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് കാലുത്താൻ. ഇവിടെ ഈ ചന്ദ്രമംഗലത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും എല്ലാം ഞാനാ. അല്ലാതെ ഇന്ന് ആദ്യമായിട്ട് ഈ മുറ്റത്തേക്ക് കാലെടുത്തു വെച്ച നാൽപ്പാട്ട കൊച്ചു തമ്പുരാനല്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.